ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതിനാൽ ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ ചെറുപുഴ പഞ്ചായത്ത് തല എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തി. വീട്ടിലും പരിസരത്തും തോട്ടങ്ങളിലും ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന കൊതുകുകളുടെ പ്രജനനത്തിന് സഹായകരമാകുന്ന രീതിയിൽ വെള്ളം കെട്ടി നിൽക്കാൻ ഇടയാക്കുന്നവർക്കും പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചവർക്കും മലിനജല സംസ്കരണ സംവിധാനം ഒരുക്കാതെ മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിട്ട ഹോട്ടലുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെയാണ് പിഴ ചുമത്തിയത്. ഇന്ന് രാവിലെ 6 മണി മുതൽ തുടങ്ങിയ മിന്നൽ പരിശോധനയിൽ 15 പേർക്കായി 60,000 രൂപ പിഴ ചുമത്തി. ചെറുപുഴ ടൗണിലും പുളിങ്ങോം ടൗണിലും ചുണ്ട, തിരുമേനി എന്നീ ഡെങ്കിപ്പനി ബാധിത പ്രദേശങ്ങളിലുമാണ് സ്ക്വാഡ് പരിശോധന നടത്തിയത്. ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഹെൽത്ത് സ്ക്വാഡും ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ അടങ്ങുന്ന ജനകീയ സ്ക്വാഡും നിരവധി തവണ വീടുകളും സ്ഥാപനങ്ങളും സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടും പൊതുജനങ്ങളും സ്ഥാപനങ്ങളും നിർദ്ദേശങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ് പഞ്ചായത്ത് തല ഇൻസ്പെക്ടർ കോർഡിനേഷൻ കമ്മിറ്റി നിയമ നടപടി സ്വീകരിക്കാൻ പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ രൂപീകരിച്ച എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിനെ ചുമതലപ്പെടുത്തിയത്. ആരോഗ്യവകുപ്പ് സ്ക്വാഡ് തോട്ടങ്ങളിലൂടെ എന്ന ക്യാമ്പയിനിലൂടെ പഞ്ചായത്തിലെ റബ്ബർ തോട്ടങ്ങളിലും കവുങ്ങ് തോട്ടങ്ങളിലും പരിശോധന നടത്തിയപ്പോൾ കൊതുക് കൂത്താടികളുള്ള ചിരട്ടകൾ മാറ്റാത്ത റബ്ബർ തോട്ടങ്ങളും പാളകളിൽ കൂത്താടി സാന്നിധ്യമുള്ള കവുങ്ങിൻ തോട്ടങ്ങളും കണ്ടെത്തിയിരുന്നു. നോട്ടീസ് നൽകിയിട്ടും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പകർച്ചവ്യാധിക്ക് സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെയും പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെയും തുടർ പരിശോധനയിൽ പൊതുജനാരോഗ്യ നിയമപ്രകാരം നിയമ നടപടി സ്വീകരിക്കുമെന്നും പുളിങ്ങോം ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു. പരിശോധനയ്ക്ക് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് വി, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജോബിൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അശ്വതി LS എന്നിവർ നേതൃത്വം നൽകി. ഇനി എങ്ങോട്ടെന്നും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണോ? ഓഫ് കോഴ്സ്, 100%. എങ്ങനെയുണ്ട്? എന്താ സംശയം? 100-ൽ 100. വർഷം സുമംഗലിയായിരിക്കട്ടെ. 100 വർഷങ്ങളായ ബന്ധങ്ങൾ 100% ഉറപ്പ്.